തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാല വാർഡിലെ UDF കാൻഡിഡേറ്റിന്റെ അടുത്താണ്. ശ്രീമാൻ ഹാരിസ്, നമസ്കാരം. അതുകൊണ്ടാണ് പൊതുരംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് തോന്നുന്നു, എന്ത് ഫീലിങ്സ് തോന്നുന്നു? കാരണം ചാല എന്ന് പറയുന്ന തലസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനം. ചാല നമ്മുടെ സിറ്റിയുടെ ഒരു മുഖമാണ്. പക്ഷേ ഈ വാർഡിന്റെ പല പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുടെ വിവിധമായ പ്രശ്നങ്ങൾ നേരിൽ കാണുമ്പോൾ ഈ ചാലയുടെ മുഖം വികൃതമാണ്. നമ്മുടെ സിറ്റി വളരെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ തന്നെയും നമ്മുടെ അടിസ്ഥാനപരമായ വികസനങ്ങൾ നമ്മുടെ വാർഡിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാലിന്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വലിയ മഴ വന്നാൽ വീട്ടിലേക്ക് മലിനജലം കുത്തിയൊലിച്ച് കയറുന്ന അവസ്ഥ, ആ തരത്തിൽ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു വാർഡാണ് ചാല വാർഡ്. വികസനം എന്നുള്ളത് ഈ വാർഡിൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെ 15 വർഷക്കാലം ഇവിടെ മുരടിച്ച് കിടന്നു എന്നാണ് താങ്കൾ. തീർച്ചയായും ഈ വാർഡിന്റെ എല്ലാ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങളെ തൊട്ടറിയുന്ന ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വികാരം എന്ന് പറയുന്നത് വലിയ വികാരമാണ്. നമ്മൾ വരുന്ന 5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്റെ യുവത്വ കാലഘട്ടം ഈ വാർഡിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ 5 വർഷം കഴിയുമ്പോൾ ഒരു വികസനമായ ഒരു വാർഡ് എങ്ങനെ ഒരു മാതൃകാ വാർഡായി നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമെന്നുള്ളത് ഈ ചാല വാർഡിനെ കുറിച്ച് നമുക്ക് കാണിച്ചു തരാൻ കഴിയും. എന്റെ വികസന മാതൃക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത റിസൾട്ട് വരുമ്പോൾ ഈ വാർഡിന്റെ കൗൺസിലറായി ഈ ജനങ്ങൾ എന്നെ ഏൽപ്പിക്കും. അതനുസരിച്ച് വലിയ പുതിയ മാതൃക തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ വിജയാശംസകൾ നേരുകയാണ്.